ആ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയത് സാമുദായിക നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ഇരുത്തി. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ വിവേചന ബുദ്ധിയാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ കേരള സമൂഹം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആരെയും വിഡ്ഢികളാക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് അവിടെ പ്രസംഗിച്ചത് എന്താണെന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെന്തിനാ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലെല്ലാം വിദ്യാഭ്യാസ ആരോഗ്യ മേഖല നമ്മൾ പറയാറില്ലേ കേരള മോഡൽ, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് പൊഴുതിയായിട്ട് കാത്തിരുത്തിരിക്കുകയാണ്. അത്രയാ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കേട്ടത് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒന്നാമതാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത് സാറേ. ഞാൻ കേട്ടതല്ലേ ഇവിടെ. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പുരോഗതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ പീനലൈസ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ്. കാരണം നമ്മുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്, നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് വളരുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്കീമിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കിട്ടാറില്ല. അതാണ് പറഞ്ഞത്. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. അത് തങ്ങളുടെ തൊപ്പിയിലെ തൂവല്ലാന്ന് ആരെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെയൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ള ജോലിയോ അതല്ല. അതെന്തായാലും നിയമപരമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ്. അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ. അതൊരു പൊളിറ്റിക്കൽ പരിപാടിയല്ല. അത് ഞങ്ങൾ നടത്തിയ പരിപാടി ഒരു വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയാണ്. അതിൽ എല്ലാ കാലത്തും എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഞാൻ നടത്തുന്ന പരിപാടി അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ഒരു പൊളിറ്റിക്കൽ പരിപാടിയല്ല. അതെല്ലാവരും പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതാണ്. നിങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കാനില്ല, അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചോദിക്കാനില്ല. ഇതാണ് ചോദിക്കാനുള്ളത്, രണ്ട് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്. ഈശ്വര വിശ്വാസം ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതില്ലാത്തവർ മേനി നടിച്ചിട്ട് ഈശ്വര വിശ്വാസിയായി പെട്ടെന്ന് വരുന്നവർ ചെയ്താലുണ്ടാകുന്ന കുഴപ്പമാണ് ഇക്കാര്യത്തിലുണ്ടായത്. ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വികസനം നടത്തേണ്ടത് ഇലക്ഷന് തൊട്ട് മുമ്പല്ലല്ലോ. 10 കൊല്ലം ഒന്നും ചെയ്യാതെ ഇലക്ഷൻ അടുത്ത ഉടനെ ഞങ്ങൾ സംഗമം നടത്താൻ പോകുന്നു, വികസനം നടത്താൻ പോകുന്നു എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ കള്ളി ജനങ്ങൾ മനസ്സിലാക്കി, യഥാർത്ഥ വിശ്വാസികൾ മനസ്സിലാക്കി, അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കി. അയ്യപ്പനെ വെച്ചുകൊണ്ടുള്ള ഈ ഇലക്ഷൻ കളിയുണ്ടല്ലോ, അത് വേണ്ടാന്ന് അയ്യപ്പനും അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ ഫലമാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ. അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഈ തട്ടിക്കൂട്ടി പരിപാടിയല്ല നടത്തുന്നത്. മനസ്സിൽ നിന്നും ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കി ചെയ്യണം. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കണം അവർ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനായിട്ടുള്ള കാര്യം. അത്രയും. ആ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയത് സാമുദായിക നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ഇരുത്തി. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ വിവേചന ബുദ്ധിയാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ കേരള സമൂഹം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആരെയും വിഡ്ഢികളാക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് അവിടെ പ്രസംഗിച്ചത് എന്താണെന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.